പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 49-ാം ദിനം. അരിമഥ്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വച്ചു. വിശുദ്ധ ലൂക്കോസ് 23:50-51 വാക്യങ്ങൾ. ഇന്ന് ദുഃഖശനിയാണ്. എല്ലായിടത്തും ഒരു മൗന നൊമ്പരം. സൂര്യൻ അസ്തമിച്ചതുപോലെ, പാട്ടു നിലച്ചതുപോലെ, വിലപ്പെട്ടതെന്തോ കളഞ്ഞുപോയതുപോലെ. അരിമഥ്യയിലെ യോസഫാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. നല്ലവനും നീതിമാനും ഉന്നതനുമായ ആ ഉദ്യോഗസ്ഥനിൽ കുറ്റം ആരോപിക്കാനല്ല, പ്രത്യുത എന്നിലും നിങ്ങളിലും അരിമഥ്യക്കാരൻ യോസഫിനെ കാണുകയാണ് ഈ ധ്യാനത്തിന്റെ ലക്ഷ്യം. അരിമഥ്യയിലെ യോസഫെ, പീലാത്തോസിന്റെ പക്കൽ നിന്ന് കർത്താവിന്റെ ജഡം സ്വീകരിച്ച അങ്ങയെ അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി അങ്ങ് സ്വീകരിച്ച ധീരമായ നടപടികളെയും അഭിനന്ദിക്കുന്നു. പക്ഷേ ചെറിയൊരു ചോദ്യം: അങ്ങേക്ക് ഇതിൽ വലുതായി ഒന്നും ചെയ്യാമായിരുന്നില്ലേ? യേശുവിനെ ക്രൂശിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങും കൂടി അംഗമായ അധികാര സഭയിൽ സെന്നദ്രീൻ സംഘത്തിൽ നടക്കുമ്പോൾ എതിർത്തൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അവൻ നീതിമാനാണെന്ന് നട്ടെല്ല് നിവർത്തി പറയാമായിരുന്നില്ലേ? എന്തേ അതിന് സാധിക്കാതെ പോയത്? യേശുവിൻ്റെ മൃതശരീരം പീലാത്തോസിന്റെ അനുവാദത്തോടെ കുരിശിൽ നിന്നിറക്കിയ ശേഷം ഒരുപക്ഷെ യേശുവിൻ്റെ മുഖത്ത് നോക്കി യോസഫ് ആത്മതപനം ചെയ്തു കാണും. ഞാൻ പ്രതികരിക്കാത്തതിൻ്റെ വിലയാണിത്. യേശുവേ, നീ ശരിയായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ക്രൂശിച്ചവർക്കും അതറിയാമായിരുന്നു. പക്ഷേ ശരികൾ മാത്രം പറയുകയും ചെയ്യുകയും ചെയ്ത നിന്നെ ക്രൂശിക്കരുതെന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല. യോസഫ് യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ 19:38 രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു പറയുന്നതായി യോസഫിന് തോന്നി: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിന്നാലെ പരസ്യമായി വരട്ടെ എന്ന്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അനേകരും ഇന്ന് രഹസ്യ ശിഷ്യനായിരുന്ന യോസഫിനെ പോലെയാണ്. യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ വാക്കുകളിലും തീരുമാനങ്ങളിലും പ്രതികരണങ്ങളിലും വെളിപ്പെടേണ്ടതാണ്. നമ്മുടെ പ്രതികരണരാഹിത്യം മൂലം ഇന്നും എത്രയോ നിരപരാധികൾ കുരിശിലേറ്റപ്പെടുന്നു. പ്രതികരിക്കാനുള്ള നമ്മുടെ വൈമുഖ്യം മൂലം എത്രയോ നല്ല തീരുമാനങ്ങൾ പരാജയപ്പെടുന്നു. നമ്മുടെ രൂപവും സ്ഥാനമാനങ്ങളും അംഗീകാരവും പദവികളും നിലനിർത്താൻ വേണ്ടി നാം പാലിക്കുന്ന നിശബ്ദത, അതിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഈ ദുഃഖശനി. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനും യേശുവിനോടൊപ്പം എണ്ണപ്പെടാനും നമുക്ക് ധൈര്യമുണ്ടാവട്ടെ. അതിന് ഈ ദുഃഖശനിയിലെ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.